ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റ് കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കാം. കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക കേട്ടോ. അതേ സെയിം ഗ്ലാസ്സിന് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അര കപ്പ് അളവിൽ പാല്, തണുത്ത പാലായിരുന്നു. ജസ്റ്റ് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ആ തണുപ്പ് ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. ചൂടാവാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ അളവ് വരുന്ന ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏത് റിഫൈനഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പാം ഓയിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഒരെണ്ണം മതിയാവും, അതും തണുപ്പില്ലാത്ത മുട്ട തന്നെ എടുക്കണം. മുട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ തൈര് വേണമെങ്കിൽ ചേർക്കാം, മുട്ട ഇഷ്ടമില്ലാത്തവർക്ക്. ഇത് മുട്ട ചേർത്തെന്ന് വെച്ചിട്ട് ആ ഒരു സ്മെല്ലൊന്നും വരില്ല. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇത്രയും കൂടിയിട്ട് നല്ല സ്മൂത്തായിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല ഹൈ സ്പീഡിൽ ഇട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് എങ്കിലും മാക്സിമം ഒന്ന് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്ത് ചേർക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടവേ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് നേരിട്ട് ഓവർ മിക്സിങ് ചെയ്യേണ്ട, എന്നാൽ എല്ലായിടത്തും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്താൻ വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല, സോഡാപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പിന്നെ അഡീഷണലായിട്ട് സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം ആ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനത് എന്തായാലും നല്ല പോലെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്യേണ്ട, ഓവർ മിക്സിങ് ആയി പോവും. ഞാൻ ഇതുപോലൊരു ടിന്നിലാണ് ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ വേണമെങ്കിൽ ഇതുപോലെ ഒഴിച്ച് ബേക്ക് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാനൊരു 7 ഇഞ്ച് വലിപ്പം വരുന്ന ഒരു ടിന്നിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തു, എന്നിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ടിന്നാണിത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് പിസ്ത, അതുപോലെ തന്നെ ബദാം, പിന്നെ കുറച്ച് ചെറി, ഇതെല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വേണമെങ്കിലും ചെയ്യാം. ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഓവനില്ലാതെ ഈ സോസ് പാനിലാണ് ചെയ്യുന്നത്. സോസ് പാനിലോ ഇഡലി കുട്ടകത്തിലോ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഡയറക്റ്റായിട്ട് ഇറക്കി വെക്കുക. ഇതിപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള സോസ് പാൻ ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇറക്കി വെച്ചത്. ഇഡലി സ്റ്റീമറൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇത് ഇറക്കി വെക്കാം. പ്രഷർ കുക്കറിനുള്ളിലും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് വേണം ഇത് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 35 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതേ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വാനില എസൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏലക്കാപ്പൊടി ചേർത്തില്ലേ, അതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മൈദയും ഒന്നും വേണ്ട, അടിപൊളിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതേ ഞാൻ കേക്ക് ടിന്നിൽ നിന്നൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാട്ടോ, നല്ല അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ കൂടി കാണിച്ചു തരാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പറ്റുന്നവർ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുവരെ ഇതുപോലെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.